ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. അന്നമനടയിൽ അവിശ്വാസ പ്രമേയ ചർച്ചകൾ ജനുവരി 31 ഫെബ്രുവരി 1 നടക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദിനും വൈസ് പ്രസിഡന്റ് ടെസി ടൈറ്റസിനുമെതിരെയാണ് അവിശ്വാസ പ്രമേയം. തൃശൂർ ജില്ലയിലെ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരെ നിയമിച്ചുകൊണ്ട് KPCC ഉത്തരവിറക്കി. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലും പുതിയ പ്രസിഡന്റുമാരെ നിയമിച്ചു. മാള കോട്ടമുറിയിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. പാറപ്പുറം കൊടിയൻ വീട്ടിൽ ജോമോനെ ഡാൻസ് ഓഫ് സംഘം പിടികൂടി മാള പോലീസിനു കൈമാറി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. അന്നമനടയിൽ അവിശ്വാസ പ്രമേയ ചർച്ചകൾ ജനുവരി 31 ഫെബ്രുവരി 1 നടക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദിനും വൈസ് പ്രസിഡന്റ് ടെസി ടൈറ്റസിനുമെതിരെയാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കപ്പെടുക. 18-അംഗ ഭരണസമിതിയിൽ UDF, LDF കക്ഷികളും തുല്യനിലയിലാണ്. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം ജനുവരി 31 വൈസ് പ്രസിഡന്റ് ടെസി ടൈറ്റസിനെതിരെയുള്ള പ്രമേയം ഫെബ്രുവരി 1 നടക്കും. 18-അംഗ സമിതിയിൽ UDF, LDF കക്ഷികൾ തുല്യനിലയിൽ ആണെങ്കിലും UDFിലെ കൃഷ്ണകുമാറിന്റെ നിലപാട് CPMന് അനുകൂലമാണ്. മാത്രമല്ല, വൈസ് പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസത്തിൽ കൃഷ്ണകുമാർ ഒപ്പിട്ടിട്ടുമുണ്ട്. നറുക്കെടുപ്പിലൂടെ LDF പ്രതിനിധി പ്രസിഡന്റും UDF പ്രതിനിധി വൈസ് പ്രസിഡന്റുമായി അവരോധിതമായ ഭരണസമിതിയിൽ ഇത് രണ്ടാമത്തെ അവിശ്വാസമാണ് ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത്. മുൻപ് നടന്ന അവിശ്വാസ പ്രമേയത്തിൽ വോട്ടിംഗ് നടന്നപ്പോൾ UDF അംഗമായ കൃഷ്ണകുമാർ തന്റെ വോട്ട് അസാധുവാക്കിയത് വിവാദമായിരുന്നു. ഇതിനെതിരെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം UDF കൃഷ്ണകുമാറിനെതിരെ കേസ് നൽകിയിരുന്നു. എന്നാൽ ഇത്തവണ കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റിനെതിരെ വോട്ട് രേഖപ്പെടുത്തിയാൽ അവിശ്വാസം പാസ്സാകും. ഇത് മുൻകൂട്ടി കണ്ട് കൃഷ്ണകുമാറിന് UDF വിപ്പ് നൽകിയേക്കും. തുടർച്ചയായി വിപ്പ് ലംഘനം നടത്തിയാൽ കൃഷ്ണകുമാറിന്റെ അംഗത്വം ചോദ്യം ചെയ്യപ്പെടുമെങ്കിലും അതുയർത്തുന്ന പിന്നാമ്പുറ രാഷ്ട്രീയം ആരെ തുണയ്ക്കുമെന്ന് കാത്തിരുന്നു കാണണം. മീഡിയ ടൈം, മാള. സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിൽ നടക്കുന്നത് രാഷ്ട്രീയ നാടകമാണ്. ഗവർണർക്കെതിരായ സമരത്തിന് സർക്കാരിന്റെ ഒത്താശയെന്നും പ്രതിസന്ധിയുണ്ടാകുമ്പോൾ ഈ നാടകം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. തമാശയ്ക്ക് നാട്ടുകാർ ചിരിക്കുകയാണെന്നും VD സതീശൻ പരിഹസിച്ചു. ഞങ്ങളിത് കേന്ദ്രത്തിനെതിരായി നടക്കുന്ന സമരമാണ് എന്ന് കാണിക്കാനാണ് ഈ SFI കുട്ടികളെ വിട്ടുകൊണ്ട് ഈ സമരം കാണിക്കുന്നത്. ഇതാണ് നാടകമാണ് എന്ന് ഞങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ചു പറയുന്നത്. ഇത് തമാശയാണ്. ഇത് ആളുകൾ ചിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് മുഖ്യമന്ത്രിയും ഗവർണറും കണ്ടാൽ സംസാരിക്കില്ല. LP സ്കൂളിലെ കുട്ടികളല്ലേ, LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളല്ലേ, രണ്ടുപേരും കണ്ടാൽ മിണ്ടൂല്ല. ഒരാൾ തിരിഞ്ഞു നിൽക്കും, ബൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കും. ഇതൊക്കെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? ഇതാണ് രാഷ്ട്രീയം. രാഷ്ട്രീയം തുറന്നു പറയണം. കേന്ദ്ര ഗവൺമെന്റിനെതിരായി പറയാൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ അവിടെ സമരം ചെയ്യുന്ന പറഞ്ഞ് സമരം ചെയ്യണം. തൃശൂർ ജില്ലയിലെ 12 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾക്ക് കീഴിലുള്ള മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരെ നിയമിച്ചുകൊണ്ട് KPCC സംസ്ഥാന ചുമതലയിലുള്ള ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ ഉത്തരവിറക്കി. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലും പുതിയ പ്രസിഡന്റുമാരെ നിയമിച്ചിട്ടുണ്ട്. അതിനിടെ നിയമനത്തിന്റെ ഒരു വിഭാഗം അതൃപ്തിയും പുറത്തു വന്നിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ തൃശൂർ, ഒല്ലൂർ, പുതുക്കാട്, ചാലക്കുടി, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, നാട്ടിക, മണലൂർ, ഗുരുവായൂർ, കുന്നംകുളം, വടക്കാഞ്ചേരി, ചേലക്കര എന്നീ ബ്ലോക്ക് കോൺഗ്രസിലെ കമ്മിറ്റികൾക്ക് കീഴിലുള്ള എല്ലാ മണ്ഡലം കമ്മിറ്റികളിലും അധ്യക്ഷന്മാരെ നിയമിച്ചുകൊണ്ട് KPCC ഉത്തരവിറക്കി. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണനാണ് പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത്. പുനഃസംഘടന പൂർത്തിയാക്കുന്നതിൽ ഗ്രൂപ്പുകളിൽ ഭിന്നത നിലനിന്നിരുന്നു. പ്രസിഡന്റുമാരുടെ പേരുകളിലും പലയിടങ്ങളിലും ഗ്രൂപ്പുകൾ വ്യത്യസ്ത അഭിപ്രായങ്ങളായാണ് പ്രകടിപ്പിച്ചിരുന്നത്. അതിനാലാണ് പുനഃസംഘടന നീണ്ടുപോയത്. തുടർന്ന് ഈ മാസം 12-ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നൽകിയ ലിസ്റ്റിൽ നിന്നും അംഗീകരിച്ച പേരുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതുപ്രകാരം കൊടുങ്ങല്ലൂരിലെ മാളയിൽ സന്തോഷ് ആത്തപ്പിള്ളിയും, കുഴൂരിൽ AC ജോയ്, പൊയ്യ TK കുട്ടൻ, വെള്ളാങ്കല്ലൂർ AA മുസമ്മിൽ, മേത്തലയിൽ സേവ്യർ പങ്ക്യത്ത്, പുത്തഞ്ചിറ ജോപ്പി മങ്കിടിയാൻ, കൊടുങ്ങല്ലൂർ PV രമണൻ എന്നിവരാണ് മണ്ഡലം പ്രസിഡന്റുമാർ. മിക്കയിടത്തും ഗ്രൂപ്പ് മാനേജർമാർ തങ്ങളുടെ ആളുകളെ നിയമിക്കാത്തതിനെതിരെ അമർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നേതൃത്വം ഇതിന് മുഖം കൊടുത്തിട്ടില്ല. A ഗ്രൂപ്പിലെ ബെന്നി ബെഹനാന് ചില പേരുകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ആകെയുള്ള മണ്ഡലം പ്രസിഡന്റുമാരിൽ K സുധാകരൻ പക്ഷത്തിന് പ്രാമുഖ്യമുള്ള പേരുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ പ്രഖ്യാപിക്കപ്പെട്ട പേരുകളിൽ ഒരൊറ്റ മഹിളയെയും മണ്ഡലം പ്രസിഡന്റായി അവരോധിച്ചിട്ടില്ല എന്നുള്ളത് കോൺഗ്രസ് പോലുള്ള ഒരു വലിയ പാർട്ടിക്ക് വീഴ്ച തന്നെയാണ്. മീഡിയ ടൈം, മാള. മാള കോട്ടമുറിയിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. വലിയപറമ്പ് കോട്ടമുറി വടക്കൻ ഇട്ടീരുടെ വീട്ടിൽ നിന്നും 4.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച പാറപ്പുറം കൊടിയൻ വീട്ടിൽ ജോമോനെയാണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടി മാള പോലീസിന് കൈമാറിയത്. മോഷണ മുദ്രകൾ പ്രതിയിൽ നിന്നും കണ്ടെത്തി.
കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഇട്ടീരയുടെ വീട്ടിൽ മോഷണം നടന്നത്. രാത്രി സമയങ്ങളിൽ കാൽനടയായി സഞ്ചരിച്ച് ജനലുകൾ തുറന്നു കിടക്കുന്ന വീടുകൾ കണ്ടാൽ അവിടേക്ക് കയറുകയും ജനലിലൂടെ കൈ കടത്തി ആഭരണങ്ങൾ മോഷ്ടിക്കുകയും ജനലിലൂടെ കൈയെത്തിച്ച് വാതിൽ തുറന്ന് അകത്തു കയറി മോഷണം നടത്തുകയുമാണ് ഇയാളുടെ രീതി. മാളയിലും പരിസര പ്രദേശങ്ങളിലും മോഷണം വ്യാപകമായതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും തുടർന്ന് സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരെ നിരന്തരം നിരീക്ഷിച്ചതിൽ നിന്നുമാണ് പ്രതിയിലേക്ക് എത്തിച്ചേർന്നത്. മോഷ്ടിച്ച പണം ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നതിനും ആർഭാട ജീവിതം നടത്തുന്നതിനുമാണ് പ്രതി ഉപയോഗിച്ചിരുന്നത്. മോഷണ മുതലുകൾ പ്രതിയിൽ നിന്നും കണ്ടെത്തി. ചാലക്കുടി മാള പോലീസ് സ്റ്റേഷനുകളെ സമാനമായ കേസുകളിൽ ഇയാൾ പ്രതിയാണ്. പ്രതി കൃത്യം ചെയ്യുന്ന ദിവസങ്ങളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ലെന്ന് പോലീസ് പറഞ്ഞു. മീഡിയ ടൈം, ചാലക്കുടി. എഞ്ചിൻ നിലച്ച് ആഴക്കടലിൽ കുടുങ്ങിയ മത്സ്യബന്ധന വള്ളത്തിലെ 40 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു. പെരിഞ്ഞനം സ്വദേശി ജിബിന്റെ ഉടമസ്ഥതയിലുള്ള വരാഹം എന്ന വള്ളത്തിൽ കുടുങ്ങിയ തൊഴിലാളികളെയാണ് രക്ഷപ്പെടുത്തിയത്. ഇവരെ അഴീക്കോട് ഹാർബറിൽ സേന എത്തിച്ചു. അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ വരാഹം എന്ന മത്സ്യബന്ധന വള്ളത്തിൽ കുടുങ്ങിപ്പോയ 40 മത്സ്യത്തൊഴിലാളികളെയാണ് ഫിഷറീസ് വകുപ്പിന്റെ സീ റെസ്ക്യൂ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി അഴീക്കോട് ഹാർബറിൽ എത്തിച്ചത്. അഴീക്കോട് നിന്നും 7 നോട്ടിക്കൽ മൈൽ അകലെ നായരമ്പലം തെക്ക് പടിഞ്ഞാറ് കടലിൽ കുടുങ്ങിയ പെരിഞ്ഞനം സ്വദേശി ജിബിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വരാഹം എന്ന വള്ളം. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോൾ, അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരായ VM ഷൈബു, ER ഷിനിൽകുമാർ, ഫിഷറീസ് സീ റെസ്ക്യൂ ഗാർഡുമാരായ ഫസൽ, ഷിഗാബ്, ബോട്ട്സ്റാങ്ക് ദേവസി, ഡ്രൈവർ ഉണ്ണികൃഷ്ണൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ 2 ബോട്ടുകൾ ചേറ്റുവയിലും അഴീക്കോടും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സുഗന്ധകുമാരി അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കുന്നംകുളം കാവിലക്കാട് ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ദേശക്കാർ തമ്മിലടിച്ചു. ആനയെ വരിയിൽ നിർത്തുന്നത് ചൊല്ലിയായിരുന്നു തെക്കുംഭാഗം ചിറ്റന്നൂർ ദേശവും സമന്വയ ചിറ്റന്നൂർ ദേശവും തമ്മിൽ ഉത്സവത്തിന് ഏറ്റുമുട്ടിയത്. തൃക്കടവൂർ ശിവരാജുവിനെയും ചിറക്കൽ കാളിദാസനെയും ഉത്സവത്തിന് നിർത്തുന്നതിനെ ചൊല്ലിയാണ് സംഘർഷമുണ്ടായത്. ഇന്നലെ രാത്രി 7:30യോടെയായിരുന്നു സംഘർഷം. ചിറ്റന്നൂർ കാവിലക്കാട് ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു ഇന്നലെ. പൂരത്തിൽ കേരളത്തിൽ നിന്ന് വിവിധയിടങ്ങളിലുള്ള തലപ്പൊക്കമുള്ള ആനകളെ പങ്കെടുപ്പിച്ചിരുന്നു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പൂരത്തിലെത്തിച്ചേർന്നിരുന്നു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ നടുവിൽ നിർത്തി തൃക്കടവൂർ ശിവരാജുവിനെയും ചിറക്കൽ കാളിദാസിനെയും അടുത്തു നിർത്താനുള്ള ശ്രമങ്ങളാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. രണ്ടാമത്തെ തലപ്പൊക്കമുള്ള ആന ചിറക്കൽ കാളിദാസനാണെന്ന് ഉത്സവ കമ്മിറ്റിക്കാർ വാദിച്ചു. ഇത് സമ്മതിക്കാതെ വന്നത് സംഘർഷത്തിന് ഇടയാക്കുകയായിരുന്നു. സംഘർഷം ഉടലെടുത്തതോടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആനകളെ പാപ്പാന്മാർ പിറകിലോട്ട് മാറ്റിയത് വലിയ അപകടമൊഴിവാക്കി. സംഘർഷത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മീഡിയ ടൈം, തൃശൂർ. ഇനി നാട്ടിൽ നടന്നത്. സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പൊയ്യ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് AN സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. KN ഓമന, PS ഷൈലൻ, KK റാഫേൽ, KA ഹനീഫ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് AC ശ്രീധരൻ പുതിയ അംഗങ്ങളെ സ്വീകരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പുത്തുഞ്ചിറ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ 1,90,000 രൂപ വകയിരുത്തി നടപ്പിലാക്കുന്ന നീന്തൽ പരിശീലനം ആരംഭിച്ചു. ചിറമേൽക്കുളത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സംഗീത അനീഷ് അധ്യക്ഷത വഹിച്ചു. GUPS പുത്തുഞ്ചിറയിലെ പ്രധാന അധ്യാപികയും പദ്ധതിയുടെ ഇംപ്ലിമെന്റിംഗ് ഉദ്യോഗസ്ഥയുമായ സുനിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസതി സുബ്രഹ്മണ്യൻ, വാർഡ് അംഗങ്ങളായ MM ഷമീജ്, VN രാജേഷ്, ആമിന ആഷിഖ്, പരിശീലകൻ ഹരിലാൽ മൂത്തേടത്ത, സഹപരിശീലകരും ഉൾപ്പെടെ രക്ഷിതാക്കളും കുട്ടികളും നാട്ടുകാരും പങ്കെടുത്തു. വർഗീയ ഫാസിസത്തിനും കേന്ദ്ര അവഗണനയ്ക്കുമെതിരെ തൃശൂരിൽ നടക്കുന്ന AIYF ഡെമോക്രാറ്റിക് സ്ട്രീറ്റ് പ്രചരണാർത്ഥം മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരയും വർത്തമാനവും മാള ടൗണിൽ സംഘടിപ്പിച്ചു. KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, ചിത്രകാരൻ ഉണ്ണികൃഷ്ണൻ മേക്കാളി, സാം പൊയ്യ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. രമ്യ ശ്രീജേഷ് അധ്യക്ഷത വഹിച്ചു. VS ഗോപാലകൃഷ്ണൻ, VM വത്സൻ, VM ചന്ദ്രബോസ്, ഹക്കീം പൊയ്യ, CN സുധാർജനൻ, PK വിശ്വംഭരൻ, അരുൺ PV, ഉഷ ബാലൻ, ബൈജു പാറക്കാടൻ,
അഭിലാഷ് പി കെ, സിജു സുകുമാരൻ, ഉരുണ്ടോളി അപ്പു, സനീഷ് പടിയഞ്ചേരി, ഹഫ്സൽ കെ കെ, സുജിത് കുമാർ പി കെ എന്നിവർ സംസാരിച്ചു. ലഹരി വിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതിനായി കോളേജ്, സ്കൂൾ തലങ്ങൾ മുതൽ സർക്കാർ വിവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു നേർക്കൂട്ടം, ശ്രദ്ധ, ആസ്വാദ തുടങ്ങിയ പദ്ധതികൾ മുഖേന വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാനായി എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് സഹകരണത്തോടെ നടന്ന വിമുക്തി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന പരിപാടിയിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സജീവ് ജോൺ അധ്യക്ഷനായി. ഇരിങ്ങാലക്കുട എക്സൈസ് സർക്കിൾ പോൾ, എക്സൈസ് ഇൻസ്പെക്ടർ AB പ്രസാദ്, NS പ്രോഗ്രാം ഓഫീസർ ഫെബിൻ രാജു എന്നിവർ പങ്കെടുത്തു. പുത്തുഞ്ചിറ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ 3 ദിവസമായി നടക്കുന്ന മകര ഉത്സവം സമാപിച്ചു. സമാപനത്തിന്റെ ഭാഗമായി മേൽശാന്തി ശരൺ ശാന്തിയുടെ നേതൃത്വത്തിൽ 51 വട്ടക ഗുരുതി ഉരുളി കമഴ്ത്തി. തീറ്റപ്പുൽ കൃഷി, കാലിത്തീറ്റ, പശു വളർത്തൽ എന്നിവയ്ക്ക് സബ്സിഡി നൽകി പാൽ ഉൽപാദനത്തിൽ കേരളത്തെ സ്വയം പര്യാപ്തമാക്കുമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. ജില്ലാ ക്ഷീരസംഗമം സമാപന സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പശുവിനെ വിറ്റ് മത്സരത്തിൽ പങ്കെടുക്കേണ്ടി വന്ന ജില്ലയിൽ നിന്നുള്ള വിദ്യാർത്ഥിക്ക് കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു പശുവിനെ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ചേലക്കര മുഖാരിക്കുന്ന് ശ്രീമൂലം തിരുനാൾ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AS വസന്തലാൽ, കോലാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ, വള്ളത്തോൾ നഗര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻഗണനാ വിഭാഗത്തിലുള്ള റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു. ഓൺലൈനായും മുകുന്ദപുരം താലൂക്കിൽ നിന്നും അപേക്ഷ സമർപ്പിച്ചവരിൽ ഏറ്റവും അർഹരായവർക്ക് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു. പ്രയാസകരമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്നവർക്കാണ് മുൻഗണനാ കാർഡുകൾ നൽകുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. ഒന്നാം ഘട്ടത്തിൽ 100 കുടുംബങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട 28 കുടുംബങ്ങൾക്കാണ് റേഷൻ കാർഡുകൾ നൽകുന്നത്. താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ലത അധ്യക്ഷയായി. മുകുന്ദപുരം താലൂക്ക് സപ്ലൈ ഓഫീസർ PLB, ഇരിങ്ങാലക്കുട മുനിസിപ്പൽ വൈസ് ചെയർമാൻ TV ചാർലി, മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി, കൗൺസിലർ സുഹറ, പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ചാലക്കുടി പ്രസ് ക്ലബ്ബ് ചാലക്കുടി ഹിയർ ലൈഫുമായി സഹകരിച്ച് സൗജന്യ കേൾവി സംസാര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. രാഘവൻ തിരുമുൽപ്പാട് സ്മാരക ഗവൺമെന്റ് സ്കൂളിൽ നടന്ന ക്യാമ്പ് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK സിദ്ദിഖ് അധ്യക്ഷനായി. ഓഡിയോളജിസ്റ്റ് ഐറിൻ മരിയ പദ്ധതി വിശദീകരിച്ചു. നഗരസഭാ ചെയർമാൻ AB ജോർജ്, കൗൺസിലർ VJ ജോജി, സെക്രട്ടറി KV ജയൻ, ജോയിന്റ് സെക്രട്ടറി II അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, സ്ഥിരം സമിതി അധ്യക്ഷ സൂസി സുനിൽ, വാർഡ് കൗൺസിലർ TD എലിസബത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. നിരവധി പേർ പരിശോധനയ്ക്കെത്തി. പുല്ലൂറ്റ് VK രാജൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ വാർഷികവും പ്രിൻസിപ്പൽ KK സാഹിത്യയ്ക്കുള്ള യാത്രയപ്പ് സമ്മേളനവും നടന്നു. കവിയും ചിത്രകാരനുമായ ഏങ്ങണ്ടിയൂർ കാർത്തികേയൻ പ്രിൻസിപ്പൽ KK സാഹിത്യയുടെ ചിത്രം പാട്ടുപാടി വരച്ച് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TN നൌഷാദ് അധ്യക്ഷത വഹിച്ചു. യാത്രയപ്പ് സമ്മേളനം അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം MLA ET ടൈസൺ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത മുഖ്യാതിഥിയായി. ഇന്റർനാഷണൽ പ്രസ് ഫ്രീഡം അവാർഡ് ജേതാവ് KK ഷാഹിന വിശിഷ്ടാതിഥിയായി. ജൂനിയർ റെഡ് ക്രോസിന്റെ കൊടുങ്ങല്ലൂർ വിദ്യാഭ്യാസ ഉപജില്ലയിലെ കാഡറ്റുകൾക്ക് പരിരക്ഷാ പ്രാഥമിക പരിചരണ ക്ലാസുകൾ നടന്നു. 14 സ്കൂളിൽ നിന്നായി 862 ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ JRC കാഡറ്റുകൾ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഗീത ഉദ്ഘാടനം ചെയ്തു. പരിരക്ഷാ റിസോഴ്സ് പേഴ്സൺ ബഷീർ ക്ലാസുകൾ നയിച്ചു. ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നഴ്സുമാരായ പ്രീതി, ഷീജ എന്നിവർ CPR പരിശീലനം നൽകി. ഉപജില്ല JRC കോർഡിനേറ്റർ നിമ്മി മേപ്രോത്ത്, സിരി സാഹി മെമ്മോറിയൽ സ്കൂൾ JRC കൗൺസിലർ KS ഷിഹാബുദ്ദീൻ, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തകരായ നെജു ഇസ്മായിൽ, ധീരജ് IS, സുധീർ ഗോപിനാഥ് എന്നിവർ ഏകോപന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. KKTM ഗവൺമെന്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കാരുണ്യ സംഘടനയായ KKTM സീഡ്സിന്റെ കുടുംബസംഗമം സമന്വയം 2024 സംഘടിപ്പിച്ചു. ഡോക്ടർ VP ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. സീഡ്സ് പ്രസിഡന്റ് ആര്യ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. UK ചന്ദ്രൻ, UK വിശ്വനാഥൻ, KK പ്രിയേഷ് ക്ഷേമ പദ്ധതികൾ അവതരിപ്പിച്ചു. KKTM ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിന്ദു ശർമിള, ഡോക്ടർ G ഉഷാകുമാരി, ഡോക്ടർ EM ഷാജി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കൊടുങ്ങല്ലൂർ ഓട്ടിസം സെന്ററിലേക്ക് ഫർണിച്ചറുകൾ നൽകി. മേലടൂർ ചരിയമ്പറമ്പിൽ ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. മുത്തപ്പൻ കളം പൂജ, വീരഭദ്രൻ കളം പൂജ, ദീപാരാധന, നാഗക്കളം എന്നിവ നടന്നു.
കേരള ഇലക്ട്രിസിറ്റി എക്സിക്യൂട്ടീവ് സ്റ്റാഫ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ 100 രൂപ ചലഞ്ചിലൂടെ സമാഹരിച്ച തുകയുടെ ആദ്യ ഗഡു തമ്പിയുടെ വീട്ടിലെത്തി കൈമാറി. കയ്പമംഗലം MLA ടൈസൺ തുക കൈമാറി. PG പ്രസാദ്, സംസ്ഥാന പ്രസിഡന്റ് വിനോദ്, വർക്കിംഗ് പ്രസിഡന്റ് സജി ജോസഫ്, പങ്കാളിത്ത പെൻഷൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ രതീഷ് പുത്തൻവേലിക്കര എന്നിവർ സന്നിഹിതരായിരുന്നു. ബോർഡിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ചലഞ്ചിലൂടെ ഫണ്ട് സമാഹരിച്ച് കുടുംബത്തിന് കൈമാറുന്നത്. ആധാരം രജിസ്ട്രേഷൻ രംഗത്ത് സർക്കാർ കൊണ്ടുവരുന്ന ടെംപ്ലേറ്റ് സംവിധാനത്തിൽ തൊഴിലാളികൾ ഏറെ ആശങ്കാകുലരാണെന്നും അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് കൂടുതൽ പഠനം ആവശ്യമാണെന്നും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വകുപ്പ് മന്ത്രി നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധാരം എഴുത്തുകാരെ നിരാലംബരാക്കുന്ന നടപടി LDF സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല, മന്ത്രി പറഞ്ഞു. യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് KG ഇന്ദു കലാധരൻ അധ്യക്ഷനായി. വിവിധ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ മന്ത്രിയെ പൊന്നാട ചാർത്തി. സനീഷ് കുമാർ ജോസഫ് MLA, ചാലക്കുടി നഗരസഭ വൈസ് ചെയർമാൻ ആരിസ് ഷിബു എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. അന്നമനടയിൽ അവിശ്വാസ പ്രമേയ ചർച്ചകൾ ജനുവരി 31 ഫെബ്രുവരി 1 നടക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദിനും വൈസ് പ്രസിഡന്റ് ടെസി ടൈറ്റസിനുമെതിരെയാണ് അവിശ്വാസ പ്രമേയം. തൃശൂർ ജില്ലയിലെ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരെ നിയമിച്ചുകൊണ്ട് KPCC ഉത്തരവിറക്കി. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിനും പുതിയ പ്രസിഡന്റുമാരെ നിയമിച്ചു. മാള കോട്ടമുറിയിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. പാറപ്പുറം കൊടിയൻ വീട്ടിൽ ജോമോനെ ഡാൻസ് ഓഫ് സംഘം പിടികൂടി മാള പോലീസിനു കൈമാറി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.